ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു വെനസ്ഡേ എത്തിയിരിക്കുന്നു, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പം ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം നമ്മൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, സൂര്യൻ ഭയങ്കര വെയിലുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീംസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ചേച്ചി, മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ അതിട്ടിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അതിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ ഷൂട്ടിൻ്റെ ആവശ്യത്തിന് അങ്ങനെ വരുമ്പോൾ കൂടുതൽ നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ റോഡിൽ ഇറങ്ങി ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ പുറത്ത് ഔട്ട്ഡോർ അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും വന്നിട്ട് ഒരു സാധാരണ എല്ലാവരും പറയില്ലേ, വീണ്ടും വീണ്ടും റീഫിൽ ചെയ്യണം എന്ന് പറയും സൺ പ്രൊട്ടക്ഷൻ ക്രീമല്ല. കാര്യം 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഓഫ് 3 hours അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും വന്ന് ഫില്ല് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മേക്കപ്പ് മുഴുവൻ അഴിച്ചിട്ട് വീണ്ടും ക്രീമൊക്കെ ഇട്ട് വീണ്ടും മേക്കപ്പ് ചെയ്ത് അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെയൊക്കെ വരുവാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, ഞാനിപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീംസ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് എനിക്ക് വളരെ കുറവായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് നമ്മുടെ ഫേവററ്റ് ബ്രാൻഡാണ് വെനോറ ഓർഗാനിക്സ്. അവരിപ്പോൾ പുതിയൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എനിക്കും കൂടി പറ്റിയൊരു ക്രീമാണ് പുറത്ത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം ഇത് ഒരു ആപ്ലിക്കേഷൻ മതി, ജനറലി സ്പീക്കിംഗ്. അങ്ങനെ ഒരു ലെയർ ഇട്ടാൽ മതി, അല്ലാതെ കുറേ വാരി ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെ സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ അട്ടിയായിട്ട് പോകും, ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അത്രയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, മാത്രമല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതത് വേണ്ട, ഒരു ലെയർ മതി, ഒരു സിമ്പിൾ ലെയർ മതി എന്നാണ് പറയുന്നത്. സാധാരണ ഒരു ക്രീം തേക്കുന്ന പോലെ അത് സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ അതെല്ലാം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് സംഭവം കയ്യിലെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് റിജുവിനേറ്റ, ഇത് വെനോറ ഓർഗാനിക്സിൻ്റെ റിജുവിനേറ്റ സൺ ബ്ലോക്ക്, അതിൻ്റെ ഒരു സീരീസാണ്, 2 എണ്ണം. ഇതിൽ SPF 30+ ഉണ്ട്, SPF 50+ ഉണ്ട്. എന്താണ് ഈ SPF എന്ന് പറഞ്ഞാൽ എല്ലാ സൺസ്ക്രീൻ ക്രീംസിൻ്റെ ഫ്രണ്ടിൽ കാണും SPF, സൺ പ്രൊട്ടക്ഷൻ ക്രീംസിൽ. SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ 2 വാക്കുകൾ എപ്പോഴും കാണും, UVA ആൻഡ് UVB. ഇതും ഈ ഒരു കവറുകളിലെല്ലാം കാണുന്നതാണ്. എന്താണ് ഈ UVA ആൻഡ് UVB? അൾട്രാ വയലറ്റ് രശ്മികളാണ് UVA ആൻഡ് UVB. നമ്മൾ ഭയങ്കര വെയിലത്തൊക്കെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ UVAയും UVBയും നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കുന്നു. അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങൾ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെന്താ പറയുക, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനെ ഒരുപാട്, പിന്നെ പ്രിമച്വർ ഏജിങ് എല്ലാം ഉണ്ടാവും. നേരത്തെ തന്നെ വയസ്സാകും നമ്മുടെ സ്കിന്ന്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സൺസ്ക്രീൻ ലോഷനോ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമോ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങുന്ന കവേഴ്സിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉള്ള പിന്നെ ക്രീമാണിത്. അതിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് SPF എന്ന് പറയുന്നത്. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എത്ര ഉണ്ടെന്ന് നോക്കുക, അത് നോക്കിയിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ മുഖത്ത് തേക്കുന്നതും വാങ്ങുന്നതും തേക്കുന്നത്. പക്ഷേ ഈ വാങ്ങുന്ന ക്രീം നമുക്ക് ദോഷമാണ് ചെയ്യുന്നതെങ്കിലോ, ഗുണത്തിനെക്കാട്ടിലും കൂടുതൽ ദോഷം ചെയ്താലോ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തു. ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് വെനോറ ഓർഗാനിക്സ് ഇറക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുവരെയുള്ള അവരുടെ എല്ലാ പ്രോഡക്ട്സും എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം തന്നെ കണ്ടിട്ട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരു പ്രോഡക്റ്റ് മോശമാവില്ല. മാത്രമല്ല ഇവർ 3 വർഷം 3 years റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെയും മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീംസിനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിലുള്ള ദോഷങ്ങൾ വരാത്ത രീതിയിലാണ് ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു. പണ്ടൊക്കെ നമ്മൾ വാങ്ങുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീംസ് എല്ലാം തന്നെ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ വരും. അതായത് ഒരു നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും എന്തോ ഇട്ടിരിക്കുന്നു എന്ന്. അതാണ് വൈറ്റ് കാസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്, വൈറ്റ് കാസ്റ്റ്. ആൾക്കാർക്ക് വേണ്ടത് എന്താണ്, ഇങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് പോലത്തെ ഒരു വെള്ള കളർ വരാണ്ട് ഒരു ഇൻവിസിബിൾ ഫീല് ആൻഡ് ലുക്ക് കിട്ടുക എന്നുള്ളതാണ്.
ഇൻവിസിബിൾ, അങ്ങനെ ക്രീം ഇട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാനേ പാടില്ല, ഒരു ഇൻവിസിബിൾ ലുക്ക് കിട്ടണം. അതിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള കമ്പനീസ് എല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ വൈറ്റ് കാസ്റ്റ്, ഇങ്ങനെ ഒരു വൈറ്റ് കളർ വരാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രീംസ് എല്ലാം വിപണിയിൽ ഇറങ്ങി തുടങ്ങി. പക്ഷെ അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻവിസിബിൾ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ഒരു ക്രീമാണെന്നൊക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ, നോ വൈറ്റ് കാസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി വാങ്ങരുത്. അതിന് പകരം അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യണം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം SPFന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയും. SPF ഇസ് അഗെയിൻ സൺ പ്രൊട്ടക്ഷൻ ഫിൽറ്റേഴ്സ്. എന്താണ് ഈ ഫിൽറ്റേഴ്സ്? ഈ ഫിൽറ്റേഴ്സ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. അതെ, അതിൻ്റെ കാര്യം, ക്വാളിറ്റിയാണ് ഈ ക്രീമിൻ്റെ നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഫിൽറ്റേഴ്സ് തന്നെ രണ്ട് തരമുണ്ട്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ, ഓർഗാനിക് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് ആണ് അതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഓർഗാനിക് ഫിൽറ്റേഴ്സിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ, അത് സൺറൈസിനെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് അത് പുരട്ടിക്കൊണ്ട് പോയാൽ ആ ഒരു ഓർഗാനിക് ഫിൽറ്റേഴ്സ് വഴി സൺറൈസ് ശരീരം അബ്സോർബ് ചെയ്യും, എന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇഫക്റ്റ് ഇല്ലാതാക്കും. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് വർക്കിംഗ്. ഈ കെമിക്കൽസ് തന്നെ പലതരമാണ്, അതാണ് പ്രധാനം. അപ്പോൾ ഓർഗാനിക് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീംസിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസ് ഏതാണെന്ന് പരിശോധിക്കണം, കൃത്യമായി പരിശോധിക്കണം, മനസ്സിലാക്കണം. അത് മോശപ്പെട്ട കെമിക്കൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് ദോഷപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരുപാട് ക്രീംസിൽ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ ആ ഓർഗാനിക് കെമിക്കൽസ് അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കും. അപ്പോൾ ചീപ്പായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ചീപ്പായിട്ട് കിട്ടും, ആ പ്രോഡക്റ്റിന് വില കുറയ്ക്കാൻ പറ്റും, അഫോർഡബിൾ റേറ്റിന് അത് വിൽക്കാൻ പറ്റും. അപ്പോൾ അവരങ്ങനെയാണ് നോക്കുന്നത്, അഫോർഡബിൾ റേറ്റിന് വിൽക്കുന്നു, അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു, കൂടുതൽ ലാഭം കിട്ടുന്നു. അതുകൊണ്ട് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് താഴ്ത്തും. അപ്പോൾ എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീം ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസിൻ്റെ പേര് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലുണ്ടാവും, അത് നോക്കുക. അതിൽ ചില പേരുകൾ ഞാൻ പറയാം. ആ പേരുകളുള്ള കെമിക്കൽസ് ഉപയോഗിച്ചതാണെങ്കിൽ അതൊരിക്കലും വാങ്ങാൻ പാടില്ല. ഒരു പേര് അവോബെൻസോൺ, പിന്നെ ഒരെണ്ണം OMC, പിന്നെ ഒരെണ്ണം ഒക്ടോക്രൈലിൻ, അത് മറ്റൊരു പ്രോഡക്റ്റാണ്, ഒക്ടോക്രൈലിൻ എന്ന് പറയുന്ന കെമിക്കൽ, പിന്നെ EMC. ഇങ്ങനെയുള്ള കെമിക്കൽസിൻ്റെ പേര് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും, നമ്മുടെ സ്കിന്നിനും ശരീരത്തിനും ഒക്കെ ദോഷം ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അത്തരം ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ബൈ, അത് വാങ്ങാൻ പാടില്ല. ഇതിപ്പോൾ സാധാരണ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാർക്കൊന്നും അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളൊരു ക്രീം കാണുന്നു, ഓക്കെ അത് നല്ലതാ, കാര്യം ഒരു നോ വൈറ്റ് കാസ്റ്റ് ആണ്, ഒരു ട്രാൻസ്പാരൻറ്റ് ഫീലിംഗ് ആണ്, ഇൻവിസിബിൾ ഫീലിംഗ് ആണെന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും വാങ്ങും, അത്രേ ഉള്ളൂ. പക്ഷെ എടുത്തു നോക്കണം, ആ കെമിക്കൽസ്, ഈ പറഞ്ഞ കെമിക്കൽസ് ഏതെങ്കിലും അതിനകത്തുണ്ടോ എന്ന് നോക്കുക, എന്നാൽ അത് വാങ്ങണ്ട, ഒരു ബിഗ് നോ ആണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്, ലൈക്ക് ഹോർമോൺ ഇംബാലൻസസ്, PCOD, പിന്നെ മിസ്കാരേജസ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക് ആണ്. അതിന് മിനറൽസ് ഓർ ഫിസിക്കൽ എന്ന് പറയും. അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ, അത് ഫിസിക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് സൂര്യരശ്മികളെ, സൺറൈസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതെ ഫിസിക്കലി റിഫ്ലക്റ്റ് ചെയ്ത് പുറന്തള്ളുന്നു. ഫിസിക്കൽ റിഫ്ലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ശരീരത്തിലേക്ക് അത് കയറാൻ പറ്റില്ല, അത് ഫിസിക്കലി റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു, അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു, ഓക്കെ അങ്ങനത്തെ ഫിൽറ്റേഴ്സാണ് കുറച്ചുകൂടി ബെറ്റർ, ബിക്കോസ് അതിൽ കെമിക്കൽസ് ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിലേക്കൊന്നും വരുന്നില്ല, ഇങ്ങനെ ആ മിനറൽസ് വഴി റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. മിനറൽസിൻ്റെ ഉപയോഗം ഉണ്ട് അതിനകത്ത്, ആ മിനറൽസ് വഴി സ്കിന്നിലേക്ക് വരുന്ന സൂര്യരശ്മികളെ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ് എന്ന് തോന്നി. കെമിക്കൽസ് വഴി ഉള്ളിലേക്ക് പോകുന്നില്ലല്ലോ, ഫിസിക്കലി പുറത്തേക്കല്ലേ പോകുന്നത് മിനറൽസ് വഴി. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. കാര്യം അതിൽ ഈ പറഞ്ഞ പോലെ വൈറ്റ് കാസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതായത് അത്തരം ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീംസിന് ഒരു വൈറ്റ് പാച്ച് പോലെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ വൈറ്റ് കാസ്റ്റ് കൂടുതലുള്ളതായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് കാസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്തത്, ഇതുപോലെ ഇൻവിസിബിൾ ആക്കണം, വൈറ്റ് കാസ്റ്റ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ടെക്നോളജിയൊക്കെ വലുതായല്ലോ, ഒരുപാട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയി ടെക്നോളജി. അപ്പോൾ പല ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നാനോ ടെക്നോളജി എല്ലാം വന്നുള്ളൂ. അങ്ങനെ മിനറൽസിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് മൈക്രോയിൽ നിന്നും നാനോ ആക്കി മാറ്റിയിട്ട് അത്രയും മൈന്യൂട്ടാക്കി മാറ്റിയെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കി തുടങ്ങിയത്.
അത് ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഈ മിനറൽസ് ഒക്കെ അങ്ങനെയായി വരുന്നത്. അപ്പോൾ ഇൻഓർഗാനിക്കിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഈ രീതിയിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്കിന്നിനെ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് നെഗറ്റീവ് ഇഫക്റ്റായി മാറിക്കഴിഞ്ഞു. അത് പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന പല ഇൻഓർഗാനിക് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീംസിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നാനോ ആയിട്ടാണ് മിനറൽസ് വരുന്നത്, നാനോ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് വളരെ മൈന്യൂട്ടാക്കി. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഹെൽത്തിന് ദോഷം ചെയ്യും. കാര്യം അത് ബ്ലഡ് സ്ട്രീമിലേക്ക് കടന്നു കയറും എന്നാണ് പറയുന്നത്. ബ്ലഡ് സ്ട്രീമിലേക്ക് കടന്നു കയറി അതുവഴി നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് ഒക്കെ അത് അബ്സോർബ് ചെയ്തിട്ട് ഒരുപാട് ഇൻ ദ ലോങ് റൺ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ഒരു 10-65 വയസ്സോ ഒക്കെ ആകുമ്പോഴായിരിക്കും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നത്, അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അല്ലാതെ തന്നെ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ്. ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും WHO പോലുള്ള ഇതിനെക്കുറിച്ച് കാര്യമായ സ്റ്റഡി എല്ലാം ചെയ്തിട്ട് ആർട്ടിക്കിൾസ് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതുപോലെയുള്ള ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഇപ്പോഴത്തെ നാനോ ടെക്നോളജി നാനോ ആക്കി മാറ്റി, വലിയ ടെക്നോളജി അഡ്വാൻസ്മെന്റ് വഴി നാനോ ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീംസ്, അത്തരം ക്രീംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്ത് ഹസാർഡ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് അവരുടെ സ്റ്റഡി, WHO. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മനസ്സിലാക്കി പോകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഏത് സൺ പ്രൊട്ടക്ഷൻ ക്രീം വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാര്യം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ ദോഷങ്ങളും മനസ്സിലാക്കി, ഗുണവും ദോഷവും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ വെനോറ ഓർഗാനിക്സ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ സംഭവം, നമുക്കെല്ലാം പറ്റിയൊരു ക്രീം എത്തിക്കഴിഞ്ഞു. ഒരു ലെയർ ഇട്ടാൽ മതി, അത് നമുക്ക് കുറേ മണിക്കൂറുകളോളം പ്രൊട്ടക്ഷൻ കിട്ടുന്നു. പിന്നെ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് കാസ്റ്റ് ഇല്ല. അപ്പോൾ വൈറ്റ് കാസ്റ്റ് വെച്ചാൽ ആ വെള്ളപ്പാട് പോലെയൊന്നും വരില്ല, ഒരു ക്രീം ഇട്ടതുപോലെയൊന്നും ഫീൽ ചെയ്യില്ല. ഇൻവിസിബിൾ ഇഫക്റ്റ് കിട്ടും, ഒരു പ്രശ്നമില്ല. പക്ഷേ അവർക്ക് ആ ഇൻവിസിബിൾ ഇഫക്റ്റ് കിട്ടാനും വൈറ്റ് കാസ്റ്റ് ഇല്ലാതിരിക്കാനും മറ്റ് ക്രീമുകൾ ചെയ്യുന്ന പോലത്തെ ടെക്നോളജിയിലല്ല അവർ ഇത് ഉണ്ടാക്കുന്നത്. കാര്യം അവർക്ക് അതിൻ്റെ ദോഷങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ ഉപദ്രവിക്കണമെന്നില്ല. ഇപ്പോൾ റിജുവിനേറ്റഡ് ഈ ക്രീമും ഓർഗാനിക് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ചീപ്പായിട്ടുള്ള ഓർഗാനിക് ഫിൽറ്റേഴ്സ് അല്ല ഉപയോഗിക്കുന്നത്, ആ കെമിക്കൽസ് അല്ല. അതിന് പകരം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 5 തരം ഓർഗാനിക് ഫിൽറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ പറഞ്ഞ ഇവർ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ്. ദാറ്റ് ഈസ് ഓർഗാനിക് മോസ്റ്റ് അഡ്വാൻസ് ഫിൽറ്റേഴ്സ് 5 എണ്ണമാണ്, 1, 2, 3 ഒന്നും അല്ല, 5 ഫിൽറ്റേഴ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ക്രീമിന് ഒരു പക്ഷേ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആകും, ബട്ട് നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനൊരു ദോഷവും വരാൻ പാടില്ല. അതായത് നമ്മൾ എത്രയോ രൂപ എല്ലാ കാര്യങ്ങൾക്കും ചിലവാക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷനും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കിയാലും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് എപ്പോഴും ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ എന്താ പറയുക, ചീപ്പ് ക്വാളിറ്റിക്ക് വേണ്ടി പോകാൻ നോക്കരുത് ഒരിക്കലും. പൈസ നോക്കിയിട്ട് വില കുറഞ്ഞ പ്രോഡക്റ്റിൻ്റെ പുറകെ പോയാൽ അതിൻ്റെതായ ദോഷങ്ങളുണ്ടാകും, സൈഡ് എഫക്ട്സ് ഒക്കെ ധാരാളമായിട്ട് വരും. അവരുപയോഗിക്കുന്ന ഈ ഫിൽറ്റേഴ്സ് എല്ലാം തന്നെ എക്കോ സേഫ് ആണ്. ഓക്കെ, എക്കോ പാസ്, പിന്നെ അതുപോലെ തന്നെ എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പിന്നെ മെറൈൻ ഫ്രണ്ട്ലി ആണ്. കാര്യം ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരിൽ നിന്നും ഈ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് എല്ലാം വെള്ളവുമായിട്ട് മിക്സായി ഈ മെറൈൻ ലൈഫ്, അണ്ടർ വാട്ടർ മെറൈൻ ലൈഫ്, അതിനകത്ത് ജീവിക്കുന്ന ഒരുപാട് ജീവികൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആണ് ഈ കോറൽ റീഫ്സ് ഒക്കെ, അതൊക്കെ ഡിറ്റീറിയേറ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നൊരു കാര്യം, 95% ഓഫ് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണ്. ഡിജിറ്റൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്സ്, പിന്നെ നമ്മുടെ മൊബൈൽ പോലെയുള്ള പല സ്ക്രീൻസ്, ഓക്കെ, ഡിജിറ്റൽ സ്ക്രീൻസ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബ്ലൂ ലൈറ്റ്, അതിൻ്റെ ആ ഒരു ഇത് ദോഷം വരാതിരിക്കാൻ ഇങ്ങനെ സൺബ്ലോക്ക് റെജുവിനേറ്റഡ് ഇട്ടിട്ടിരിക്കുവാണെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷനും കിട്ടും. അതും ഇതിനകത്തുണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു സ്കീമും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് പ്രൊട്ടക്ഷനും റെജുവിനേറ്റഡ് ഈ ഒരു സൺബ്ലോക്ക് ക്രീമിൽ ഉണ്ട്. അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയണം. എല്ലാം പ്ലസ് പല പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്, എക്കോ പാസ് എന്ന് പറഞ്ഞിട്ട്. അത് റെഫർ ചെയ്യുന്നതിന് ഒരു ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്. അത് ഭയങ്കരമായിട്ടുള്ള സസ്റ്റൈനബിൾ ആൻഡ് മെറൈൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അത്തരം ഫിൽറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന 5 തരം ഫിൽറ്റേഴ്സ് ആണെങ്കിലും ഇതുപോലെ എക്കോ ഫ്രണ്ട്ലി, മെറൈൻ ഫ്രണ്ട്ലി, അങ്ങനത്തെ എക്കോ പാസ് എല്ലാം ഉള്ള
ഫിൽറ്റേഴ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് മാത്രമല്ല, ഇത് ബയോഡീഗ്രേഡബിളും കൂടിയാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലെയിം ആയിട്ട് ഒരു പക്ഷേ ഒരു റൈറ്റപ്പിലോ അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിലോ വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ സത്യസന്ധമായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഇതൊക്കെ വലിയ ദോഷം ചെയ്യും. ഓക്കെ, അതായത് ധൈര്യമായിട്ട് ഡിക്ലെയർ ചെയ്യാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് എല്ലാ രീതിയിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട്, കുറച്ച് നല്ല പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട്, അതായത് നല്ല ഫിൽറ്റേഴ്സ് 5 ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ക്രീമിന് വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഇൻവിസിബിൾ ഫീലാണ്. ആ ഇൻവിസിബിൾ ഫീലിന് അപ്പുറത്തേക്ക് ഒരു ഡ്യൂയി ഫീല് കൂടിയാണ്. അതായത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡ്യൂയി ആയിട്ട് തോന്നുന്നു. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഒരു എന്താ പറയുക, നമുക്കൊരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. ഇതിനകത്ത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഡിഫറെൻ്റ് ആണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ജെൽ ട്രാപ്പ് ടെക്നോളജിയാണ്. അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഹൈഡ്രേഷനാണ് അതുകൊണ്ടുണ്ടാകുന്നത്, ഡീപ്പ് ഹൈഡ്രേഷൻ. അതുകൊണ്ട് തന്നെ ഒരു മെൽറ്റിൻ ഇൻവിസിബിൾ ഡ്യൂയി ഫിനിഷ് കിട്ടുന്നു നമ്മൾ മുഖത്ത് അതിട്ട് കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് അത് ആ ഒരു ടെക്നോളജി കൊണ്ട് ഗുണം ഉണ്ടാകുന്നത്. മോയ്സ്ചർ ലോക്കിൻ ചെയ്യുകയാണ്, ഭയങ്കരമായിട്ട് ഡീപ്പ് മോയ്സ്ചറൈസിങ് നടക്കുന്നു ആ ഒരു ടെക്നോളജി വഴി ചെയ്യുന്നതുകൊണ്ട്. ജെൽ ട്രാപ്പ് ടെക്നോളജിയാണ്. ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ, ക്ലിനിക്കലി അപ്രൂവ്ഡ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ സേഫ്റ്റി, വാങ്ങുന്ന ഒരാളുടെ സേഫ്റ്റി നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. കാര്യം അവരൊരു നല്ല പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അവരത് അത്രയും നന്നായിട്ട് ഇറക്കിയില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ റെസ്പോൺസ് തിരിച്ചായിരിക്കുമല്ലോ. പിന്നെ ഇത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇതൊന്നും ആർക്കും ഒന്നും അറിയില്ല. നമ്മൾ ചെല്ലുന്നു, കാണുന്നു, വാങ്ങുന്നു, ഓക്കെ നല്ലൊരു ക്രീമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കണം, കെമിക്കൽസ് എന്താണെന്ന് നോക്കണം, എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കണം. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതായിട്ട് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയി അത് വാങ്ങണം എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ പഠിക്കുക, ഈ പറഞ്ഞ കെമിക്കൽസിൻ്റെ പേര് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ കെമിക്കൽസിനെ കുറിച്ച് പഠിക്കുക. ഇനി നിങ്ങളൊരു സൺസ്ക്രീൻ പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അതുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ആ കെമിക്കലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലീസ് ഡോണ്ട് ബൈ. അതുപോലെ ഇൻഓർഗാനിക് ആണെങ്കിൽ അതിലും നോക്കുക. അപ്പോൾ ഓർഗാനിക് ആണെങ്കിലും വാങ്ങുക, ആ കെമിക്കൽസ് പ്രോപ്പർ ആണോ എന്ന് നോക്കുക. ആ കറക്റ്റ് ഈ കെമിക്കൽസ് എല്ലാം നല്ല രീതിയിലാണ്, ഈ 5 ഫിൽറ്റേഴ്സ് ഒക്കെ ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഈ ക്രീമിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അതായത് പോസ്റ്റ് സൺ എക്സ്പോഷർ ഡാമേജ് ഇല്ലാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനും കൂടി തരുന്നുണ്ട്. അതെന്താണ്, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. എങ്കിലും എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അതും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് പറയുമ്പോൾ ആദ്യത്തെ പേര് ലിക്വറൈസ് എന്ന് പറയുന്ന കാര്യമാണ്. ലിക്വറൈസ് എക്സ്ട്രാക്ട്, എനിക്കിഷ്ടമുള്ള കാര്യമാണ് ലിക്വറൈസ്. ലിക്വറൈസ് അറിയാലോ, ലിക്വറൈസ് പൗഡർ ഇഷ്ടമാണ്, അതിൻ്റെ എക്സ്ട്രാക്ട് ഇഷ്ടമാണ്, നമ്മുടെ ഇരട്ടി മധുരം അതുണ്ട്. പിന്നെ അതുപോലെ ലോട്ടസ് താമര എക്സ്ട്രാക്ട് ഉണ്ട്, പിന്നെ അലോവേറയുടെ ലീവ്സിൻ്റെ എക്സ്ട്രാക്ട്, ഇതൊക്കെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ. സാഫ്രൻ ഫ്ലവർ എക്സ്ട്രാക്ട്, അതായത് കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ട്. ടീ എക്സ്ട്രാക്ട് ഉണ്ട്, ടീയും വളരെ നല്ലതാണ് സ്കിന്നിന്, ടീ എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ എക്സ്ട്രാക്റ്റും കൂടെ ഉണ്ട്, ഒരു ബാർക്കിൻ്റെ എന്താ പറയുക, ഒരു മരത്തിൻ്റെ സ്കിന്ന്, ബാർക്കിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ആ മരത്തിൻ്റെ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തി എന്നാണ് പറയുന്നത്. അതെന്താണ് ഇത്തി? അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഈ 4 കാര്യങ്ങളും കൂടി ചേർന്ന് വരുന്നതാണ് നാൽപ്പാമരം. നാൽപ്പാമരാതി എണ്ണ, നാൽപ്പാമരാതി തൈലം, ഇതൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. നാൽപ്പാമരാതി ഓയിലൊക്കെ സ്കിന്നിന് കളർ വരാനും സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ്സിനും ഭംഗിക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തിൽ നാൽപ്പാമരാതി. അതിലെ പ്രധാന കാര്യങ്ങളിലൊന്നാണ് അത്തി, ഇത്തി, പേരാൽ, അരയാൽ. അപ്പോൾ ആ ഇത്തിയുടെ ബാർക്ക്, അതിൻ്റെ എക്സ്ട്രാക്ട് ഈ ഒരു ക്രീമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫൈക്കസ് ലാക്കോർ ബാർക്ക് എക്സ്ട്രാക്ട് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇത്തിയാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു പേര് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ബൊട്ടാണിക്കൽ നെയിം എന്താണെന്ന്. പക്ഷേ ഇതാണ് അതിൻ്റെ സംഭവം. 5 അഡ്വാൻസ്ഡ് ഫിൽറ്റേഴ്സിനോടൊപ്പം ഈ കുറച്ച് നാച്ചുറൽ റെമഡീസും കൂടി അതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാന കാര്യം മൈക്രോ ആൽഗെ എക്സ്ട്രാക്ട്, റെഡ് ആൽഗെ എന്നും പറയാം, മൈക്രോ ആൽഗെ എക്സ്ട്രാക്റ്റും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ വൈറ്റമിൻ സിയെക്കാട്ടിലും 65% കൂടുതൽ ഇഫക്റ്റീവാണ് ഈ മൈക്രോ ആൽഗയുടെ എക്സ്ട്രാക്ട്. ദറ്റ് ഈസ് ദ റെഡ് ആൽഗെ എക്സ്ട്രാക്ട്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 65% മോർ പോട്ടൻറ്റ് ദാൻ
വൈറ്റമിൻ സി എന്ന് പറഞ്ഞൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് തേക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗുണമുണ്ടാകും. നമ്മുടെ എന്താ പറയുക, ഏജിങ് പ്രോസസ്സൊക്കെ താഴേക്ക് കൊണ്ടുവരും. വൈറ്റമിൻ സി ഭയങ്കര സംഭവമാണത്. സ്കിന്ന് ഏജ്ഡ് ആവാതിരിക്കാനും വയസ്സ് കൂടി പോകാണ്ട് സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാൻ വൈറ്റമിൻ സിക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ ഇഫക്റ്റ് എത്രയാണോ അതിൻ്റെ 65% കൂടുതൽ ഇഫക്റ്റീവാണ് ഈ പറഞ്ഞ ആൽഗയുടെ ഇഫക്റ്റ്. അതായത് മൈക്രോ ആൽഗെ എക്സ്ട്രാക്റ്റ്, റെഡ് ആൽഗെ. അങ്ങനെ ഇതുപോലെയുള്ള കുറേ നാച്ചുറൽ പ്രോഡക്ട്സും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെമി ആയുർവേദിക് മിക്സ് വരുന്നു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റ് സൺ എക്സ്പോഷർ ഡാമേജും ഒരു വിധത്തിലും ഡാമേജ് വരില്ല. ഡാമേജ് എന്തെങ്കിലും വന്നാൽ പോലും അത് ന്യൂട്രലൈസ് ചെയ്യാനും അത് ബാലൻസ് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും ഈ ക്രീം കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ക്രീം അത്തരം ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെപ്ലനിഷ് ചെയ്യും, അത് കറക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ നമുക്ക്. ഇതും കൂടി ഉള്ളത് കൊണ്ട് പോസ്റ്റ് സൺ എക്സ്പോഷർ ഡാമേജ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടാണ്. അതായത് റിങ്കിൾസ് വരില്ല, സ്കിന്ന് വളരെ നല്ലതായിട്ടിരിക്കും, പിന്നെന്താ പറയുക, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവില്ല, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും പ്രിമച്വർ ഏജിങ്, ഒരു 10-60 വയസ്സായാലും നമ്മൾ കുറച്ചുകൂടെ യങ്ങായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നിന് നമ്മളെ സഹായിക്കും. നമുക്ക് നമ്മുടെ സ്കിന്നങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവരുത്. നമുക്ക് ആവശ്യത്തിന് സൺ വേണം വൈറ്റമിൻ ഡിക്ക്, പക്ഷേ അനാവശ്യമായ സൺ ഒന്നും ആവശ്യമില്ല. അതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. സസ്റ്റൈനബിൾ ആണോ എന്ന് നോക്കണം, എക്കോ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കണം. ഇതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളെ കുറിച്ച് ഓർമ്മിക്കണം. അതാണ് മെറൈൻ ഫ്രണ്ട്ലി ആണോ നോക്കുന്നത്. അണ്ടർ വാട്ടറിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ചും നമ്മൾ ബോധേഡാവണം, കൺസേൺഡ് ആവണം. അപ്പം നമ്മളെല്ലാവരും തന്നെ എൻവയറമെൻറ്റിനെ സ്നേഹിക്കുന്നവരാണ്. നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മനുഷ്യരെയും ഒക്കെ നമ്മൾ സ്നേഹിക്കണം. നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ദോഷം വരാൻ പാടില്ല, നമുക്ക് ഗുണം വേണം, മറ്റുള്ളവർക്ക് ദോഷവും പാടില്ല. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വേണം ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ, അത് നോക്കിയിട്ട്. അപ്പോൾ ഇത് പ്രോഡക്ട്സ് വിപണിയിൽ കൊണ്ടുവരുന്നവരും അത്തരം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇല്ലെങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ പുറകെ പോയാൽ നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻ ദ ലോങ് റൺ. അപ്പോൾ ഈ ആൾക്കാർ ആർക്ക് വേണമെങ്കിലും ഇത്ര നല്ല പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുവരാം, പക്ഷേ അവരെല്ലാം ആലോചിക്കുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, അഫോർഡബിൾ റേറ്റിന് കൊടുക്കുക, അപ്പോൾ കൂടുതൽ ആൾക്കാർ മേടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ വിൽക്കാം, അപ്പോൾ കൂടുതൽ ലാഭം കിട്ടും, അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യമാണ്. അപ്പോൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ SPF 50 വേണോ SPF 30 വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. വീട്ടിലിരിക്കുന്ന സൂപ്പർ വുമൺ ആണെങ്കിൽ കുഴപ്പമില്ല, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി 30+ മതി. പുറത്ത് പോയി ജോലി ചെയ്യുന്ന സൂപ്പർ വുമൺ ആണെങ്കിൽ 50+. പിന്നെ സൈക്കിളൊക്കെ ഓട്ടിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ അഗെയിൻ 50+. പിന്നെ കുട്ടികളാണെങ്കിൽ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരുപാട് വെയിലത്തൊക്കെ പോയി കളിക്കുന്ന പിള്ളേരാണെങ്കിൽ 50 വരെ ആകാം. വീട്ടിൽ ചുറ്റുവട്ടത്തും പരിസരത്തും ഒക്കെ നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല 30. കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ നിന്ന് കളിക്കുകയാണെങ്കിൽ ഓക്കെ 30. അപ്പം നമ്മൾ നോക്കുക ഏതാ വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇടുന്നത് 30 തന്നെ ആയിക്കോട്ടെ. ദിസ് ഇസ് ഓക്കെ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ പമ്പ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് മതി, ഒരുപാട് വേണ്ടല്ലോ, ആവശ്യമുള്ള നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. സാധാരണ നമ്മൾ നെക്കിലും കൂടി ഇടണം. ഓക്കെ, വളരെ സ്മൂത്ത്. ഓക്കെ, ഇത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, നല്ലതായിട്ട് സ്കിന്ന് അബ്സോർബ് ചെയ്യും. നല്ലൊരു ഡ്യൂയി ഫിനിഷ് ഇല്ലേ, ഡ്യൂയി ഫീൽ. അതായത് ഇൻവിസിബിൾ ആണ്, ഒരു വൈറ്റ് പാച്ചായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട പോലെ ഉള്ളൊരു ചെറിയൊരു തിളക്കം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേളിലൂടി നമുക്ക് മേക്കപ്പ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, വേറൊരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. നൈസ് അല്ലേ, ഭയങ്കര നല്ല. ഇത് 30+ ആണ്. ഇനി 50+ ആണെങ്കിൽ 50+ ഇടാം. ഞാനിപ്പോൾ വീട്ടിനകത്ത് വെറുതെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് 30+. വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ സൺസ്ക്രീൻ. ഞാനത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. നല്ലൊരു തിളക്കമൊക്കെ വന്നു അല്ലേ കുറച്ച്. അപ്പോൾ ഇത് ഇൻവിസിബിൾ ആണ്, ഇട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഒരു ഡ്യൂയി ഫീലിംഗ് ഉണ്ട്, നല്ല സ്മൂത്ത് ആണ്, നല്ല സുഖമുണ്ട് ഇട്ടിട്ട്, ഒരു കുഴപ്പമില്ല. ഇനി ജസ്റ്റ് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു മേക്കപ്പ് ഇടുന്നു, അത്രേ ഉള്ളൂ.
അത് മേക്കപ്പ് ഇടണമെന്ന് പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം. അതായത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് 20 മിനിറ്റ്സ് മുമ്പ് ഇതിട്ടാൽ മതി. ഓക്കെ, 10 to 20 മിനിറ്റ്സ് മുന്നേ ഇട്ടിട്ട് ഇറങ്ങി പോവാം. പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രം അത് ചെയ്യാം. അപ്പോൾ വീട്ടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നൈസ്, വെരി നൈസ്, വെരി നൈസ് പ്രോഡക്റ്റ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യേണ്ട, വേറൊന്നും വേണ്ട. പിന്നെന്താ പറയുക, ഭയങ്കര അല്ലേ, നല്ലതായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ആയി പോയി കഴിഞ്ഞു. എടുത്തു കാണിക്കുന്നില്ല. നോൺ കൊമഡോജനിക് ആണ്, അതായത് പോസിനകത്തൊന്നും കയറി ബ്ലോക്ക് ചെയ്യില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞാൽ വെളിച്ചെണ്ണ ഈസ് ഗുഡ്, ബട്ട് കോക്കനട്ട് ഓയിൽ എങ്കിലും നോൺ കൊമഡോജനിക് അല്ല, അത് കൊമഡോജനിക് ആണ്. അത് സ്കിന്നിനകത്തേക്ക് പോയി പോസിനകത്ത് കയറിയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓയിലൊക്കെ അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്രീംസ് എടുക്കുന്നതും കൊമഡോജനിക് ആണോ നോൺ കൊമഡോജനിക് ആണോ എന്ന് നോക്കണം. ഇത് നോൺ കൊമഡോജനിക് ആണ്. ഓക്കെയാണ്, എല്ലാം അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, അതിൻ്റെ സ്റ്റഡി ചെയ്യുക, പഠിക്കുക നന്നായിട്ട്, എന്നിട്ട് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് ഇത് പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. കുറച്ച് ലെങ്തി ആയിപ്പോയി ഈ വീഡിയോ എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നു നിങ്ങളോട്. കാര്യം വെറുതെ ഒരു ക്രീം എടുത്തിട്ട് വന്നിട്ട് ഓക്കെ ഇത് നല്ലതാണ്, ഇത് സൺബ്ലോക്ക് ക്രീമാണ്, ഇത് അടിപൊളിയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലോ. നിങ്ങൾ എന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതും അതല്ല. നിങ്ങൾ എന്താ വിചാരിക്കുക, ഇതിനെക്കുറിച്ച് ചേച്ചി പറയുമ്പോൾ എന്തായാലും അത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടല്ലേ പറയേണ്ടത്. ഞാനിപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഞാൻ എല്ലാ പ്രോഡക്ട്സും അങ്ങനെ കുറച്ച് നല്ലതെല്ലാം എന്ന് പറയുന്ന ആളല്ല. അപ്പോൾ ഞാൻ ഐ ഓൾവേസ് ഗോ ഫോർ ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഇതുവരെയുള്ള എല്ലാ പ്രോഡക്റ്റും, അവരുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത് നോക്കാറുണ്ട്. അവർ ഫസ്റ്റ് ടൈം അവർക്ക് വേണ്ടിയിട്ട് ആണ് അത് റിവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കത് അത്രയും വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിയപ്പോഴും ഞാനത് ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ എം കൺവിൻസ്ഡ്. അതാണ് എൻ്റെ കാര്യം. 360 ഡിഗ്രി സേഫ് സൺ പ്രൊട്ടക്ഷൻ എന്നാണ് അവരുടെ ക്യാപ്ഷൻ തന്നെ. ഓക്കെ, ഇതിൽ കൂടുതൽ എന്താ വേണം. നൈസ്, അപ്പോൾ വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്കിതിനെക്കുറിച്ച് ഒരു കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് വളരെ നല്ല പ്രോഡക്റ്റാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. റെജുവിനേറ്റയുടെ ബാക്കി പ്രോഡക്ട്സും എല്ലാം നല്ലത് തന്നെയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റെജുവിനേറ്റ ഗോൾഡ്. അത് രാത്രി കിടക്കുമ്പോൾ പുരട്ടുന്നതാണ്. അത് 45+ ഉള്ള 46+ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്കുള്ളത്. അങ്ങനെ ഓരോ കാറ്റഗറിയിലുണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. മൈൽഡ് ഫോമിങ് ക്ലെൻസർ നല്ലതാണ്. പിന്നെ അതുപോലെ അത് ബ്രഷോട് കൂടി വരുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ അവരുടെ പല ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അതെല്ലാം നല്ലതാണ്. അവരുടെ റെജുവിനേറ്റർ 4-in-1 ഫോമുലയുണ്ട്. എവറിത്തിങ് ഈസ് ഗുഡ്. സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ പ്രോഡക്ട്സും നല്ലതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അത്രയും നല്ലതായിട്ടാണ് തോന്നുന്നത്. ഞാനിപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏറ്റവും അഡ്വാൻറ്റേജ്, ഇതിൽ വേറൊന്നും പേടിക്കണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇത് എപ്പോഴും പുരട്ടണ്ട, ഒരു പ്രാവശ്യം പുരട്ടിയാൽ മതി, ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു.